പ്രിയമുള്ളവരെ, ഇടതുച്ചിയുടെ ഓരോള്ള കയറ്റത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രതിഷേധ ജ്വാലയാണ് ഇവിടെ നടന്നത്. ജനകീയ സമിതി രൂപം നൽകുകയും ഇവിടുത്തെ വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പല സമരമുറകളും ഇവിടെ നടത്താൻ ഇതിൻ്റെ കാരണക്കാർ നമ്മളിവിടെ നിന്ന് നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശം നൽകി ഓരോരോ സ്ഥാനത്തേക്ക് കയറ്റി വിട്ടിട്ടുള്ള താഴെ നിന്നും കൗൺസിലർ, MLA, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഇത്തരം ആളുകളെ നമ്മളിവിടുന്ന് നമ്മളുടെ അവകാശം നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയാണ് ഇവരെല്ലാം വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത്. ഇവരെല്ലാം ആ വിജയിച്ചു വരുന്നതിന് ശേഷം ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഒരു സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാവരും അധികാരത്തിൽ കയറുന്നത്. യഥാർത്ഥത്തിൽ ഇവര് ഈ ചെയ്യുന്ന സത്യപ്രതിജ്ഞ പല ആളുകളും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കയറുന്നവരുണ്ട്. അല്ല, ദൈവവിശ്വാസികളല്ലാത്ത കുറെ രാഷ്ട്രീയക്കാർ അവർ ദൈവത്തിൻ്റെ നാമത്തിൽ അല്ലാതെയും സത്യപ്രതിജ്ഞ ചെയ്തൊക്കെയാണ് കയറുന്നത്. ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇതെങ്കിലും ഇവർക്ക് അങ്ങേയറ്റം വരെ നിവർത്തിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ അതാണ് പരിശോധിക്കേണ്ടത്. അപ്പൊ ഈ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വഞ്ചന തന്നെയാണിത്. ഇവരെല്ലാവരും നമ്മളുടെ ഇപ്പൊ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെല്ലാവരും വെള്ളം നീന്തി പാൻ്റ് എടുക്കുന്നവരാണെങ്കിൽ മുണ്ടെടുത്ത് വന്ന് മടക്കി കുത്തി വന്ന് നമ്മുടെ അടുക്കളയിലും കയറി ഇനി കക്കൂസിലും കയറും. അതിനൊന്നും യാതൊരു നാണവും മാനവും ഇല്ലാത്ത ഒരു വിഭാഗമാണ് നമ്മൾ ഈ വോട്ട് ചെയ്ത് അയച്ചിട്ടുള്ള ഈ ആളുകൾ. കാരണം ഇത് അത്ര വേദന കൊണ്ടാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. ഈ അമ്മമാരിവിടെ വന്നിരിക്കുന്നത്, ഈ കുഞ്ഞു കുട്ടികളുമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ അത്രയും സഹികെട്ടിട്ടാണ് ഇവിടെ വന്നിരുന്ന് ഇത്തരം പ്രക്ഷോഭം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതാണ് രാഷ്ട്രീയം. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. അതാണ് നമ്മൾ ആ അവകാശം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആളുകളെല്ലാം ആ കസേരയിൽ നിന്ന് പോയിരിക്കുന്നത്. നമ്മളുടെ കാര്യങ്ങൾ ഇവരിലൂടെ നടത്തി തരുവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തത്. പക്ഷെ ഇവർ ചെയ്യുന്നില്ല എങ്കിൽ ഇവരെ നാളെ കസേരയിൽ ഇരിക്കാതിരിക്കാനുള്ള പണി കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എല്ലാവരും ഒരു നാണയത്തിന്റെ രണ്ടു വശം എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസാദ് പറഞ്ഞതുപോലെ ഭരണത്തിൽ ഇല്ലാതിരിക്കുന്നവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. ഭരണത്തിൽ ഇരിക്കുന്നവർ മാത്രം ചെയ്തോട്ടെ എന്നുള്ളൊരു നിലപാടാണ്. എന്നാൽ ഇവരെല്ലാവരും രാഷ്ട്രീയ തൊഴിലാളികളുമാണ്. ഇവർക്ക് വേറെ പണിയില്ല, ഗവൺമെന്റ് ജോലിയില്ല. ഇവരുടെ ഏക തൊഴിലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തൊഴിലാളികളാണ് ഇവർ. അപ്പൊ ഇന്നിപ്പം ഇവിടെ നമുക്ക് കോൺഗ്രസിന്റെ 3 പ്രതിനിധികളാണ്, കൗൺസിലറും MLAയും MP യും. ഇവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ ആരോട് പറയും? ഇവര് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ടുള്ള ഒരു ബാധ്യത ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇപ്പൊ അധികാരത്തിലില്ല, കൗൺസിൽ സ്ഥാനത്തില്ല, MLA ഇല്ല. ഇവർക്ക് ബാധ്യതയില്ല. എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? നടക്കാൻ വയ്യാതിരുന്ന സാഹചര്യത്തിലുള്ള ആളുകൾ മുഴുവൻ തടിച്ചുകൂടി ഈ റോഡ് ഉപരോധിച്ചു. ഈ രാഷ്ട്രീയക്കാരെവിടെ പോയി? എന്തുകൊണ്ട് ഇവർ വന്നില്ല? ഇവരല്ലേ വരേണ്ടത്? കോൺഗ്രസ് ആണ് ഭരിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ വരണ്ടേ, BJP-ക്കാർ വരണ്ടേ? എന്തുകൊണ്ട് വന്നില്ല ഇവര്? ആർക്കാണ് ഇതിന്റെ ആവശ്യം? അപ്പൊ വോട്ട് ചെയ്യാൻ
എത്ര ദുരിതത്തിൽ കിടന്നാലും നമ്മളെല്ലാവരും ആ ഇലക്ഷൻ വരുമ്പോൾ ഇതെല്ലാം മറന്നു ചേട്ടത്തി അല്ലെ ചേട്ടാ എന്ന് പറയുമ്പോൾ ഇതെല്ലാം മറന്ന് മയങ്ങിപ്പോയി അവർക്ക് വേണ്ടി വെയിൽ കൊണ്ടും മഴ കൊണ്ടും നിന്ന് വോട്ടുകുത്തികളായിട്ട് മാറിയത് കൊണ്ടിട്ടാണ്. പ്രതികരണ ശേഷിയുള്ളവരായി മാറിയാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ എല്ലാവരും തുല്യത തന്നെയാണ്, അവകാശത്തിന് എല്ലാവരും തുല്യനാണ്. കൂടാതെ ഇവരിവിടെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്ന വലിയ ആനക്കാര്യമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഇടക്കൊച്ചിയിൽ വെള്ളം കയറുന്ന ഏത് ഭാഗത്തു കൂടിയാണെന്നുള്ള വളരെ കൃത്യമായ ഒരു കണക്കും അതിന്റെ റിപ്പോർട്ടും തയ്യാറാക്കി ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പലതവണ കൗൺസിലർക്കും നമ്മുടെ മേയർക്കും ഈ കോർപ്പറേഷന്റെ സെക്രട്ടറി മുതലായ അധികാരികൾക്കെല്ലാം കൊടുത്തതാണ് നിരവധി തവണ. ഇത് നമ്മൾ ആവശ്യപ്പെട്ടുന്നത് അവർക്കെല്ലാം എല്ലാവരും എഞ്ചിനീയർമാർ സഹിതമുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഈ കൽക്കെട്ട് ഉയർത്തിക്കെട്ടി അതിന്റെ ഉൾവശം കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിട്ട് ബാക്കിയുള്ള സ്ഥലം എക്കൽ ഫില്ല് ചെയ്തോ അല്ലെ മറ്റെന്തെങ്കിലും കൊണ്ട് മണ്ണടിച്ച് ഫില്ല് ചെയ്തോ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം കയറില്ല എന്നുള്ള വളരെ കൃത്യമായ നമ്മളൊരു രേഖ സഹിതം കൊടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം ഇവരുടെ എഞ്ചിനീയർമാർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത്?